വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എല്ലാവർക്കും അതറിയാലോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുള്ള നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ, അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഉത്തരം തേടാൻ പോകുന്നത്. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് കാണാനായിട്ടൊക്കെയുള്ള സമയമായിട്ടുണ്ടാവുക. ആൻഡ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. മെഡിറ്റേഷൻ്റെ ഒരു ബൈറ്റ് വെക്കുന്നുണ്ട്, അതെല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സെറ്റായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. Universe, angels, what you need to hear right now.
Bottom of the deck is this one. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഇന്നത്തെ നിങ്ങളുടെ സ്പ്രെഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി, നിങ്ങളെ പിരിഞ്ഞു പോയിട്ടുള്ള നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു സ്റ്റേജിലാണ് ആ വ്യക്തി ഇപ്പോൾ ഇരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ആ വ്യക്തിയുടെ മനസ്സിലൂടെ ഈ നിമിഷം കടന്നു പോകുന്നത്, ആ വ്യക്തിക്ക് ഏതൊക്കെ രീതിയിലുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് ഇപ്പോൾ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ബന്ധത്തിൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ പേരിൽ ഒരുപാട് നിങ്ങൾ വിഷമിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ഫാമിലി ഇത് അറിഞ്ഞിട്ടുണ്ടാവാം, നിങ്ങളുടെ ഫാമിലിയിൽ ഇതെങ്ങനെയെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരിക്കാം. പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വന്ന് ഭവിച്ചിട്ടുണ്ടാവാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ ഇടയിൽ ഇത്രയും നാൾ കൊണ്ട് സംഭവിച്ചത് എന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ സംഭവിച്ചു പോന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. നമുക്ക് ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചു കഴിഞ്ഞു. കുറേ പേര് ഇതിൻ്റെ ഇടയിൽ പാര വയ്ക്കാനുണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ രണ്ടുപേരെയും രണ്ട് ധ്രുവത്തിലാക്കാൻ കുറേ അധികം പേര് ശ്രമിച്ചതായിട്ട് കാണുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ ഒരു ലേഡിയെ എനിക്ക് ഇൻക്ലൂഡഡ് ആയിട്ട് കാണുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പേരിൽ. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ, ഒരുപാട് സങ്കടപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ. ഇതിനെന്താണൊരു സൊല്യൂഷൻ, അല്ലെങ്കിൽ ഇതിലെന്താണൊരു അറ്റ് ലാസ്റ്റ് എന്താണൊരു തീരുമാനം എന്നൊക്കെ നിങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ട് കരഞ്ഞിട്ടുള്ള സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞു വന്നാലും ലാസ്റ്റ് സ്റ്റേജിൽ ഒരു സ്റ്റക്നെസ്സാണ്, മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ, ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. എന്തെങ്കിലും കാര്യങ്ങൾ ഈ വ്യക്തിയോട് ചോദിച്ചാൽ ഒരു ക്ലാരിറ്റി തരാത്ത അവസ്ഥ. എപ്പോൾ നോക്കിയാലും എന്ത് നോക്കിയാലും കുറേ സമ്പാദിക്കണം, കുറേ ഏൺ ചെയ്യണം, വീട്ടുകാരെ നോക്കണം, മുന്നോട്ട് പോകണം, അങ്ങനെ പറഞ്ഞ് ഇരിക്കുന്ന ഒരവസ്ഥ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ടോ നിങ്ങളെ സ്നേഹിക്കുന്ന കാര്യമോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമോ ഭാവി എന്താണെന്നോ ഒന്നും ചിന്തിക്കാതെ അങ്ങനെ ഒഴുക്ക് മട്ടിൽ പോകുന്ന ഒരവസ്ഥ. ചില സമയത്ത് നിങ്ങൾക്ക് തന്നെ തോന്നാം നിങ്ങളൊരു ഫുൾ എനർജിയിലാണോ ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഞാൻ ഫുള്ളായി പോകുമോ, അവസാനം ഞാൻ വിഡ്ഢിയാകുമോ എന്ന് നിങ്ങൾക്ക് പല സ്റ്റേജിലും തോന്നിക്കഴിഞ്ഞു. ഈ വ്യക്തിയുടെ പല മൂമെൻറ്റ്സ്, പല പെരുമാറ്റ രീതികൾ ഒക്കെ നിങ്ങൾ അത്രയ്ക്കും വിഷമിപ്പിച്ചിട്ടുണ്ട്. എന്ത് ചോദിച്ചാലും എന്ത് പറഞ്ഞാലും ഒരു ക്ലാരിറ്റി തരാനാവുന്നില്ല ഈ വ്യക്തിക്ക്. നിങ്ങളെ പണ്ട് സ്നേഹിച്ച ലെവലിൽ ഇപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. ഏതൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ പോയാലും എൻ്റെ അടുത്തുള്ള പെരുമാറ്റത്തിന് ഒരു മാറ്റവും ഇല്ല എന്നുള്ള ഒരു വളരെ വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, ഈ വ്യക്തി നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഏൺ ചെയ്യാനാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. സമ്പാദിക്കണം, കുറേ സമ്പാദിക്കണം, കുറേ ഏൺ ചെയ്യണം. ആ വ്യക്തിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ആ വ്യക്തിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ആ വ്യക്തിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഇതെല്ലാം മുന്നോട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നടത്തിയെടുക്കണമെങ്കിൽ ആ വ്യക്തിയുടെ കയ്യിൽ മണി എന്ന് പറയുന്ന സംഭവം വേണം, ക്യാഷ് അല്ലേ. നമ്മളൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചാൽ നമുക്കത് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ വെറുതെ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മാത്രം പോരല്ലോ. നമ്മുടെ കയ്യിലൊരു മണി, എനിക്കത് വേണമെന്ന് വിചാരിച്ചാൽ മാത്രം പോരല്ലോ, നമ്മുടെ കയ്യിൽ മണി വേണം. അവർ ആ കാര്യത്തെയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. പൈസയ്ക്കൊട്ടും പ്രാധാന്യമില്ലാത്ത ലോകമല്ലത്, അത് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. പൈസ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മണി, ക്യാഷ്, ഫണ്ട് എന്നൊക്കെ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിങ്ങാണ് ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ ലോകത്ത്. മണി എന്ന് പറയുന്നത് അത് ഒരുപാട് ഇമ്പോർട്ടൻസ് അർഹിക്കുന്നത് പോലെ തന്നെ
നിങ്ങൾക്കും വിലയുള്ള സംഭവമാണ്. അതുപോലെ തന്നെയാണ് ഈ വ്യക്തിക്കും. മണിക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരാളാണ്. ഈ പറയുന്ന മണി എന്ന് പറയുന്നത് വളരെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഓവറായിട്ട് എക്സ്പെൻസ് ചെയ്ത് കളയുന്ന ഒരാളെ, ചിലവാക്കി കളയുന്ന ഒരാളല്ല ഈ പറയുന്ന വ്യക്തി എന്ന് പറയുന്നത്. ഈ വ്യക്തിക്ക് ഏൺ ചെയ്തിട്ട് ആ വ്യക്തിയുടെ ഉള്ളിലിരിപ്പ് എന്താ വെച്ചാൽ നിങ്ങൾ ഫൗണ്ടേഷനാക്കി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് മുകളിൽ പല കാര്യങ്ങളും പടുത്തുയർക്കണം, എന്നിട്ട് നിങ്ങളെ കൂടെ ചേർത്ത് നിർത്തണം എന്നുള്ള സ്വപ്നങ്ങളാണ് ഈ വ്യക്തിയുടെ ഉള്ളിൽ. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഈ വ്യക്തിക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല. അതൊരു വലിയ കാര്യമാണ്. ആദ്യത്തെ സമയത്ത് എന്തൊക്കെയോ പ്രകടിപ്പിച്ചിട്ടുണ്ടാകും, നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടും ഉണ്ടാവും. പക്ഷെ പിന്നീട് പോകെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അവർ സ്നേഹം പ്രകടിപ്പിക്കാൻ മറന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. എങ്ങനെയാണ് സ്നേഹിക്കുക, എന്താ സ്നേഹം എന്ന് പോലും അറിയാൻ പറ്റാത്ത സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോവാണ്. ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്ന ഒരവസ്ഥ, ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുന്ന അവസ്ഥ. ഇപ്പോൾ വീടില്ലാത്ത ഒരാളായിരിക്കാം, കഷ്ടപ്പെട്ട് പണിയെടുത്തൊരു കുഞ്ഞു വീട് വെച്ചു. ആളുടെ ഐഡിയ കൊണ്ട്, ആളുടെ അധ്വാനം കൊണ്ട് മാത്രം ഒരുപാട് കാര്യങ്ങൾ ആളുടെ വീട്ടിലേക്ക് അരങ്ങേറിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ ഇടയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതിന് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ അതിനെ കുറച്ച് സമയത്തേക്ക് അവരിപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ആ ഒരു ഡിസ്റ്റൻസാണ് നിങ്ങളിപ്പോൾ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഉടനെ തന്നെ അതിലൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ളൊരു ജീവിതം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കെട്ടിപ്പടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾ ഇനി മുതൽ അങ്ങോട്ട് ജീവിക്കുന്ന രീതികൾ, ഇനി മുതൽ അങ്ങോട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വേണമെന്നാണ് പറയുന്നത്. നിങ്ങൾ കുറേ പേർക്ക് കടം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തിയായാലും കുറേ പേർക്ക് കടം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തിരിച്ചു കിട്ടുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു, ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ്. നിങ്ങളെ സ്നേഹിക്കുന്ന അവസ്ഥ, നിങ്ങൾ കൊടുത്ത സ്നേഹം അതേ അളവിലും അതേ തൂക്കത്തിലും തിരിച്ചു കിട്ടുന്ന, അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. ആളുടെ അധ്വാനം കൊണ്ട് ആൾ പല കാര്യങ്ങളും നേടിയെടുക്കുന്നുണ്ട്. ആളുടെ മുഴുവൻ പ്രയത്നം കൊണ്ടും പല കാര്യങ്ങളും ആൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതെല്ലാം തന്നെയും ആളുടെ ഒരു കഴിവ് തന്നെയാണ്, ആളുടെ ഒരു പ്രാപ്തി തന്നെയാണ്. അതൊട്ടും എവിടെയും മിസ്സാക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഒരു കാര്യങ്ങളും എവിടെയും ഇല്ല. ഓക്കെ, അത് മനസ്സിലാക്കുക. ആൻഡ് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പോസിറ്റീവായിട്ടിരിക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. അതാണ് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് യൂണിവേഴ്സിനാൽ ഞാനിവിടെ ഗ്യാരണ്ടി പറയുന്നു. നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി, നിങ്ങളിൽ നിന്ന് ഇപ്പോൾ ബ്രേക്കപ്പായി നിൽക്കുന്ന വ്യക്തി, നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് ഉടനെ തന്നെ തിരിച്ചു വരികയും നല്ലൊരു ജീവിതം നിങ്ങൾ ഇനി മുതൽ ആസ്വദിക്കാൻ പോവുകയുമായിട്ടാണ് കാണുന്നത്. ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോവുകയാണ്. നിങ്ങളെന്ന് പറയുന്ന യൂണിവേഴ്സൽ അംഗീകരിച്ചിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. യൂണിവേഴ്സൽ ബോണ്ട് ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്. എത്രമാത്രം സ്ട്രോങ് ആക്കാൻ പറ്റുന്നുവോ അത്രമാത്രം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സ്ട്രോങ് ആക്കി വെക്കാനായിട്ട് യൂണിവേഴ്സ് ശ്രമിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് പൊരുതി നേടിയതാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ആരുമില്ലാത്ത സിറ്റുവേഷൻസാണ്. ഒന്ന് തലചായ്ക്കാനോ ഒന്ന് കരയാനോ വിഷമങ്ങൾ പറയാനോ ഒന്നും ആരും ഇല്ലാത്ത അവസ്ഥയാണ്. അങ്ങനെയുള്ള രണ്ടുപേരെയാണ് യൂണിവേഴ്സ് ഇവിടെ ഒന്നാക്കിയിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു റീഡിങ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് 3 ചാനലിൻ്റെയും. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കണക്റ്റീവായിട്ടുള്ള വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ഇതിലുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ അത് എഫേം ചെയ്യും വേണം. അത് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള കുറുക്ക് വഴിയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ, ബൈ.